ശിരൂരിൽ 12ാം ദിനത്തിൽ നിർണായക ദൗത്യം. ഗംഗാവലി നദിയുടെ നടുവിൽ രൂപപ്പെട്ട മൺകൂനയിൽ ദൗത്യസംഘത്തിന്റെ തിരച്ചിൽ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയാണ് വടം കെട്ടി നദിക്കടിയിലെത്തി പരിശോധന നടത്തുന്നത്. അർജുന്റെ ലോറിയുള്ള സ്പോട്ട് 4 കേന്ദ്രീകരിച്ചാണ് പരിശോധന. തിരച്ചിലിന് ഔദ്യോഗിക അനുമതി ഇല്ലാത്തതിനാൽ സ്വന്തം റിസ്കിലാണ് മാൽപ്പയെ തിരച്ചിൽ നടത്തുന്നത്. ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ആത്മവിശ്വാസമുണ്ടെന്നും മാൽപ്പെ പ്രതികരിച്ചു. ഡൈവിംഗിനിടെ കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ട മാൽപ്പയെ ദൗത്യസംഘം തിരികെ എത്തിച്ചു. കുന്താപുരത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇടപെടാൻ നേവിക്ക് കളക്ടർ നിർദ്ദേശം നൽകി. നേവിയുടെ 4 ബോട്ടുകളും ദുരന്ത ഭൂമിയിലെത്തിയിട്ടുണ്ട്. പിന്തുണയുമായി കാർവാർ MLA സതീഷ് കൃഷ്ണസേലും സ്ഥലത്തെത്തി. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും. ആദ്യം അരുൺ പൂപ്പറമ്പിലേക്കാണ്. അരുൺ, ഈ 4ാം ഘട്ട ഡൈവിംഗ് അതിന്റെ പുതിയ വിവരങ്ങളുണ്ടോ അരുൺ? ഉന്മേഷ്, 4ാം ഘട്ട തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അതിന്റെ അപ്ഡേഷൻ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. നിലവിൽ 3 ഘട്ട തെരച്ചിലുകളും പൂർത്തീകരിച്ചിരുന്നു. അതിൽ എന്തെങ്കിലും ഒരു ഈ ലോറിയുടെ നേരത്തെ ഈ പോയിന്റ് 4ലാണ് കൃത്യമായി ഈ തെരച്ചിൽ നടക്കുന്നത്. ആ പോയിന്റ് 4ൽ ലോറിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ്. ആ സാന്നിധ്യം കണ്ടെത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വിവരം ഈ തെരച്ചിലിന് ശേഷം ഈശ്വർ മാൽപ്പെ കൈമാറിയിട്ടില്ല. 4ാമത്തെ ഘട്ടം തെരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ പോയിന്റിന് ചുറ്റും സുരക്ഷാ കവചം തീർത്തിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായിട്ടുള്ള നേവിയുടെ ഒരു അനുമതി ഇല്ലെങ്കിൽ പോലും നേവിയുടെ സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെല്ലാം അവിടെ കാത്തിരിക്കുന്നുണ്ട്. മറുകരയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു 12ാം ദിനത്തിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ കാത്തിരിപ്പ്. കഴിഞ്ഞ 11 ദിവസവും നമുക്ക് നിരാശയായിരുന്നു. ലോറിയുടെ ആ പോയിന്റ് നമ്മൾ കണ്ടെത്തി അത് സ്ഥിരീകരിച്ചതിന് ശേഷവും നമുക്ക് ഈ ഗംഗാവലി പുഴയിലെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കാരണം അല്ലെങ്കിൽ അടിയൊഴുക്ക് കാരണം നമുക്ക് ഈ നേവി സംഘത്തിനുൾപ്പെടെ ഈ അടിത്തട്ടിൽ എത്തിയുള്ള പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല. അതിനിടെയാണ് ജില്ലാ ഭരണകൂടം ഈ പുഴയുടെ, അതായത് ഇത്തരം പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെയും മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ സഹായം തേടുകയും അങ്ങനെ ഈശ്വർ മാൽപ്പയിലേക്ക് എത്തുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ്. അദ്ദേഹം ഇത്തരം രക്ഷാദൗത്യങ്ങൾ ഏറെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അത് വിജയിപ്പിച്ചയാളാണ്. അദ്ദേഹം ഇവിടെ എത്തുകയും ഈ പുഴയുടെ ഒരു ഘടന പ്രാഥമികമായി പരിശോധിച്ച ശേഷം ഏറെ വൈകാതെ തന്നെ ഡൈവിങ്ങിലേക്ക്, അതായത് ഈ അടിത്തട്ടിലെത്തിയുള്ള പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ആ സ്ഥലത്തെത്തി. ഓരോ നിമിഷവും എന്താണ് അവിടെ അടിത്തട്ടിൽ സംഭവിക്കുന്ന കാര്യം ഓരോ ഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷവും അദ്ദേഹം വിവരം കൈമാറുകയും ചെയ്തു. എന്തെങ്കിലും ഒരു ആശാവഹമായിട്ടുള്ള വിവരം എന്തായാലും നിലവിൽ അദ്ദേഹം കൈമാറിയിട്ടില്ല. നേരത്തെ സ്ഥലം MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണസേലുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം നിലവിൽ ആ സ്പോട്ടിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ 3 തവണയും അദ്ദേഹം ഈശ്വർ മാൽപ്പെ മുങ്ങി പരിശോധന നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ കല്ലുകളും അതോടൊപ്പം തന്നെ മൺകൂനകളുമാണ്, കട്ടപിടിച്ച മൺകൂനകളുമാണ് കണ്ടെത്താൻ സാധിച്ചത്. ഈ അടിത്തട്ടിൽ, ഈ പുഴയുടെ അടിത്തട്ടിൽ ക്ലാരിറ്റി കുറവുണ്ട്. അതായത് എംഎൽഎയോട് സംസാരിക്കുമ്പോൾ ഈ മാൽപ്പയ്ക്ക് ലോറിയുടെ അടുത്തൊക്കെ എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടോ? തുടരുകയാണ്. നിലവിൽ ഷിരൂരിൽ മഴ മാറി നിൽക്കുന്നത്. ഏറെ സമയമായി തെളിഞ്ഞ കാലാവസ്ഥ. നിലവിൽ ഹാഷ്മി അത്തരമൊരു വിവരം എന്തായാലും അവിടെ നിന്ന് പങ്കുവെക്കുന്നില്ല. നിലവിൽ 4ാം ഘട്ട തെരച്ചിലേറെ നിർണായകമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് അത് പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം എന്താണ് അദ്ദേഹം കണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷക്ക് നൽകുന്നുള്ള സാന്നിധ്യം അതിൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ ലഭിക്കും. എന്തായാലും അതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വിസിബിലിറ്റി, പുഴക്ക് അടിത്തട്ടിലുള്ള വിസിബിലിറ്റി വളരെ കുറവാണ് എന്ന കാര്യം അദ്ദേഹം ഈ മറ്റ് അവിടെ ഉണ്ടായിരുന്ന, അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരോട് ആ വിവരം കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും പുഴ
നിലവിൽ നമുക്ക് കാണുമ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അല്പം ശാന്തമാണെന്ന് തോന്നുമെങ്കിലും അടിത്തട്ടിൽ 6 നോട്ടിന് മുകളിൽ തന്നെ ഈ അടിയൊഴുക്കുണ്ട്. അതും പ്രതികൂലമായിട്ട് അദ്ദേഹത്തെ നേവി സംഘത്തിന് ഈ പുഴയിൽ ഇറങ്ങാൻ ഉൾപ്പെടെ സാധിച്ചില്ല. അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം ആ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുമ്പോഴും ഇത്തരം പ്രതികൂലമായിട്ടുള്ള സാഹചര്യം അദ്ദേഹത്തിനും ബാധിക്കും എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തരം ഘട്ടങ്ങളെല്ലാം മറികടന്ന ഒരു ചരിത്രം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കേരളത്തിനകത്തും പുറത്തും ഇത്തരം ചില രക്ഷാദൗത്യങ്ങൾ വളരെ അത്ഭുതകരമായി വിജയിച്ച ചരിത്രം പശ്ചാത്തലം ഈശ്വർ മാൽപ്പയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പശ്ചാത്തലവും ചരിത്രവും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ അദ്ദേഹം വന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന് ഇവിടുത്തെ ഗംഗാവലിയുടെ ഒരു സാഹചര്യം അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘവും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരം ശ്രമകരമായിട്ടുള്ള ദൗത്യമാണെങ്കിലും അത് ഏറ്റെടുക്കാൻ 100% ഞാൻ തയ്യാറാണ് എന്നതാണ് ജില്ലാ കളക്ടറോട് നേരിട്ട് തന്നെ അദ്ദേഹം സംസാരിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ദൗത്യമേഖലയിലേക്ക് എത്തുകയും വളരെ ധൈര്യപൂർവ്വം ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ആത്മവിശ്വാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നേരത്തെ 3 ശ്രമങ്ങളും വിഫലമായപ്പോഴും അല്ലെങ്കിൽ 3 ശ്രമങ്ങളിലും അദ്ദേഹത്തിന് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കാത്ത വിവരം കൈമാറിയപ്പോഴും ഈ ദൗത്യം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 4ാം ഘട്ട തെരച്ചിലും ഇപ്പോൾ അല്പസമയത്തിനകം പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അതിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷ നൽകുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് മറ്റൊരു ചരിത്രമായി മാറും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം നമുക്ക് നേരത്തെ തന്നെ ഈ ലോറിയെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യുകയും ഈ കൃത്യമായ ഒരു 4ാമത്തെ സ്പോട്ട് ഇന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതെങ്കിൽ പോലും നമുക്ക് ഏകദേശം നമുക്ക് ആ സ്ഥലം അറിയാം. അതായത് ആ മൺകൂനക്ക് സമീപം, അതായത് നിലവിൽ കരക്ക് 132 മീറ്റർ അകലെയാണ് നിലവിൽ ഇപ്പോൾ ഈ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിന് സമീപത്ത് തന്നെ മറ്റ് ചില സിഗ്നലുകളെല്ലാം നമുക്ക് ലഭിച്ചതാണ്. ലോറിയുടെ സാന്നിധ്യം അതിനിടയിൽ ഉണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ 5ാമത്തെ ഡൈവ് അതുകൂടി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ശ്രീകാന്ത് അറിയിക്കുന്നത്. അരുൺ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 4ാം ഘട്ട ഡൈവിന്റെ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പങ്കുവെക്കാനാകും ഉന്മേഷ്. ആ വിവരം ജില്ലാ ഭരണകൂട പ്രതിനിധികൾക്കും അതോടൊപ്പം MLA-ക്ക് ഉൾപ്പെടെ കൈമാറി കഴിഞ്ഞാൽ അതിന്റെ വിവരം നമുക്ക് ഉടൻ തന്നെ പങ്കുവെക്കാനാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. ഓക്കെ, അരുൺ പൂപ്പറമ്പ കാർവാറമേൽ ഒരിക്കൽ കൂടി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചെറുതും വലുതുമായ ഒട്ടേറെ രക്ഷാദൗത്യത്തിൽ നേതൃത്വം വഹിച്ച ഒരുപാട് അനുഭവ പരിചയമുള്ള മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയുടെ വരവ് ഈ ദൗത്യത്തിന് നൽകുന്ന പുഷ് ഒരു ബൂസ്റ്റ് ചെറുതേയല്ല. കാര്യം 2 ദിവസം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ആ ഗംഗാവലി പുഴയുടെ കരയിൽ. അതിൻ്റെ ഒഴുക്ക് കണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പകച്ചു നിൽക്കുകയായിരുന്നു നമ്മുടെ സിസ്റ്റം. അതിനിടയിലേക്കാണ് ഈശ്വർ മാൽപ്പ എന്നുള്ള ഒരാൾ വന്ന് ധീരതയോടെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം പറയുന്നു ഒഴുക്കാണ് അനുമതി നൽകില്ല എന്ന് പറയുമ്പോൾ ഞാൻ സ്വന്തം റിസ്കിൽ ചാടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാർവാർ MLA അടക്കം നൽകുന്ന ധൈര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ 5ാം ഡൈവ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 5ാം ഡൈവിൻ്റെ അങ്ങനെ 4ാം ഡൈവിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്താണ് നമുക്ക് കിട്ടും. പരമാവധി ശ്രമിക്കുകയാണ് അവിടെ. ആ ശ്രമം ഇപ്പോഴും 100% വിജയം കാണും എന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്തതിന് കാരണം ഈ പുഴ ഒരു വല്ലാത്ത പുഴയാണ് എന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ ആഴങ്ങളിലെ അടിയൊഴുക്ക് അതിഭീകരമാണ് എന്നുള്ള വസ്തുതയാണ്. നേരത്തെ ആ ഒഴുക്കിൽപ്പെട്ടാണ് 3ാമത്തെ ഡൈവിൽ അദ്ദേഹത്തിന് മുങ്ങൽ വിദഗ്ധൻ്റെ കയറഴിഞ്ഞ് 100 മീറ്റർ ദൂരത്തേക്ക് അങ്ങോട്ട് പോകുന്ന പ്രശ്നമുണ്ടായത്. ഷഫീദ് റാവത്ത് ചേരുന്നു. ഷഫീദ്, ഈ 5th ഡൈവിൻ്റെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? കർണാടകയിലെ ദുരന്തമുഖങ്ങളിലൊക്കെയും ഒരുപക്ഷെ സ്വന്തം ജീവൻ പോലും ഇത്തരത്തിൽ പണയം വെച്ചുകൊണ്ട് എവിടെ ദുരന്തമുണ്ടായാലും അങ്ങോട്ടേക്ക് ഒരൊറ്റ ഫോൺ കോളിൽ, അത് രാവെന്നോ പകലെന്നോ ഇല്ല, ഒറ്റ ഫോൺ കോളിൽ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന, പ്രാണൻ രക്ഷിക്കുന്ന, പ്രാണൻ കാക്കുന്ന, വെള്ളത്തിലേക്ക് മുങ്ങിയിറങ്ങി പ്രാണൻ കാക്കുന്ന അവിടുത്തെ അക്വാമാൻ ഓഫ് കർണാടക അല്ലെങ്കിൽ തുളുനാടിൻ്റെ ജലമനുഷ്യൻ എന്നൊക്കെ വിശേഷണങ്ങളുള്ള ഈ ഈശ്വർ മാൽപ്പെ ഇപ്പോൾ 5ാം ഡൈവിലാണ്. വലിയ ഭീകരമായ ദുഷ്കര സാഹചര്യങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഈശ്വർ മാൽപ്പെ അവിടെ നിൽക്കുന്നത്. അവർക്ക് പല സ്ട്രാറ്റജികൾ, പല പ്ലാനുകളുണ്ട്. അതിലൊരു പ്ലാനാണ് ഈ മുളങ്കൂട്ടങ്ങൾ കുത്തി നിർത്തിക്കൊണ്ട് ഊർന്നിറങ്ങുന്ന
പദ്ധതി. അതിലേക്ക് പക്ഷേ പോയില്ലെന്ന് തോന്നുന്നു. ഈശ്വർ മാൽപ്പെ നേരിട്ട് ഡൈവിലേക്ക് പോവുകയായിരുന്നു. ആ ഡൈവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടേണ്ടതുണ്ട്. മാത്രമല്ല അവിടെ ഈ സമയമാകുമ്പോഴേക്കൊക്കെ ലൈറ്റ് വെളിച്ച പ്രശ്നമുണ്ടാകും. കുറേ സമയം കഴിയുമ്പോഴേക്കും വലിയ മഴ. ഇന്നലെ ഇതേ സമയം കഴിയുമ്പോഴൊക്കെ വലിയ പെരുമഴ പെയ്യുന്ന സമയമാണ്. ആ മഴയും ഇന്നലത്തെ കണക്കുള്ള വലിയ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ദൗത്യം വീണ്ടും ദുഷ്കരമാകും. അത് ആ കാലാവസ്ഥ അല്പസമയം കൂടി ഇങ്ങനെ നിൽക്കട്ടെ. 6:30 ദൗത്യസംഘമൊക്കെ മാധ്യമങ്ങളെ കാണുന്നുണ്ടാകണം പതിവ് പോലെ. കൂടുതൽ വിവരങ്ങൾ അറിയാനും കഴിയും. ഷഫീദ് റാവുത്ത് ചെയ്യുന്നു. ഷഫീദ്, ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് ഇൻപുട്ടിന്റെ അംശം പ്രകടമാണോ? കശ്മീർ അല്ല, 12ാം ദിവസവും ഏതാണ്ട് വൈകുന്നേരത്തോടെ അടുക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. പകരം നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ്, ഈ ഡിങ്കി ബോട്ട് സ്ഥലത്തിന് ആ മൺകൂനിക്ക് കുറെ താഴെ ഒരു റെയിൽവേ പാലമുണ്ട്. ആ റെയിൽവേ പാലവും കടന്ന് ഒരു ഡിങ്കി ബോട്ട് അഴിമുഖത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അത് എന്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പക്ഷേ അങ്ങനെ ആ ബോട്ട് പോകുന്നത് നമുക്ക് കാണാമായിരുന്നു. ആ ബോട്ട് പോയി എന്നുള്ളത് മറ്റൊരു അപ്ഡേറ്റുമില്ല. അഞ്ചാമത്തെ ഡൈവിലേക്ക് കടന്നിരിക്കുന്നു. അഞ്ചാമത്തെ ഡൈവും കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പോസിറ്റീവായ ഒരു എൻഡില്ല. ഈ 5 ഡൈവിലും ചെന്നെത്തി നിൽക്കുന്നത് കല്ലുകളിലും ചെളികളിലും ഒക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ട്രക്കിന്റെ ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ലോഹ സാന്നിധ്യത്തിലേക്കോ അവർക്ക് ചെന്നെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. നമുക്കറിയാം പക്ഷേ വലിയ മൺകൂനയാണ്. കാരണം ഈ നദിയൊക്കെ അങ്ങനെ നദിയുടെ നടുക്ക് അങ്ങനെ കവിഞ്ഞ് അതങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കണമെങ്കിൽ അത് വലിയ മൺകൂനയാണ്. ആ മൺകൂനയും മൺകൂനയ്ക്കും താഴെയോളം ഒരുപക്ഷെ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇവർ കരുതുന്ന ഒരു കാര്യം. അതിനനുസരിച്ചിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. ഈ മൺകൂനയുടെ ഈ P4 നിന്ന് P3 ദൂരം അവിടെയാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഇപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നത്. അതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും വലിയ പ്രതീക്ഷ നമുക്ക് ഇല്ല ഈ ഘട്ടത്തിൽ. പക്ഷേ നമുക്കറിയാം ഈശ്വർ മാൽപ്പെ അദ്ദേഹം പിന്മാറുന്നില്ല. അദ്ദേഹം കരുത്തോടെ ദുരന്തമുഖത്ത് ആ നദിയിൽ നിൽക്കുകയാണ്. കാർവാർ SP ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇരുട്ടും തോറും ഹഷ്മിക്കറിയാം പ്രതിസന്ധികൾ കൂടുകയാണ്. ഒരു പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഹഷ്മി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ കാണുന്നതിന് വിരുദ്ധമായ ഒരു കാര്യം, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം എടുക്കുമ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. ഒരു തെളിഞ്ഞ ആകാശം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്ത്, അതായത് നമ്മുടെ മെയിൻ എൻട്രൻസിന്റെ തൊട്ടപ്പുറത്ത് പുഴയുടെ ഈ അപകടം നടന്ന സ്ഥലത്തും അതേപോലെ തന്നെ നദിയുടെ നടുവിൽ ഭാഗത്തൊക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥ. ശ്രീകാന്ത് അറിയിക്കുന്നത് 6ാം ഡൈവ് എന്നതാണ്. നേരത്തെ 5ാം ഡൈവിന്റെ വിവരം നൽകിയപ്പോൾ ശ്രീകാന്ത് സൂചിപ്പിച്ചത് കലങ്ങിയ വെള്ളം കാഴ്ച മറയ്ക്കുന്നു, ലോറി കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു. ഇപ്പോൾ 6ാം ഡൈവിലേക്ക് എത്തുന്നുവെന്ന് ശ്രീകാന്ത് കൂടി അറിയിക്കുന്നുണ്ട്. ഷഫീദ് ിലേക്ക് കടന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വശവുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ടഗ് ബോട്ടുകളാണ്. ടഗ് ബോട്ടുകൾ എങ്ങനെ എത്തിക്കുമെന്നതിലൊക്കെ ആശങ്കയുണ്ട്. മറ്റ് പരിശോധനകൾക്കൊന്നും ഇനിയിപ്പോൾ വകയില്ല. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന 2 ആംബുലൻസുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സംഘം അവർ ഇവിടെ നദിയിൽ തന്നെയാണ്. പലതരത്തിലുള്ള ഡിങ്കി ബോട്ടുകളിൽ സംഘങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ബോട്ടുകളിൽ സംഘമുണ്ട്. അവർ ഇവിടെ നിന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഇപ്പോൾ നമുക്കൊരു ദൂരദൃശ്യം കൂടി അതുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ ആ മൺകൂനയ്ക്ക് മുകളിലുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ 3 നമ്മുടെ കാഴ്ചയിൽ നമുക്കൊരു 2 മത്സ്യബന്ധന ബോട്ടുകൾ അത് ആങ്കർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത ഡൈവിംഗ് അത് പുരോഗമിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ഈ നേവി ഡൈവർമാർ പറഞ്ഞ പ്രധാന പ്രശ്നം അത് തന്നെയായിരുന്നു. പറഞ്ഞാൽ അവർ ഒരു സോണാർ പരിശോധനയിൽ കണ്ട ഒരു ഗ്രാഫിക് ഇമേജിനെ ലക്ഷ്യമാക്കി ഒരു സ്ഥലത്തുനിന്ന് ചാടാൻ തുനിയുമ്പോൾ ഈ ഒഴുക്ക് കാരണം അവർ പോയി വീഴേണ്ടി വരിക ഒരു 50 മീറ്ററെങ്കിലും അകലേക്കാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ് പ്രശ്നമെന്ന് തോന്നുന്നു. ഇവിടെയും ഈശ്വർ മാൽപ്പെ ഈ പറഞ്ഞ ലോറി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് ഡൈവ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം പോയി എത്തിച്ചേരുന്നത് ഒരുപാട് കല്ലും മണ്ണുമുള്ള ഒരു സ്ഥലത്തേക്ക് മാത്രമാണെന്ന് പറയുന്നു. പക്ഷേ അവിടെ ചാടാൻ കഴിയുന്നതും അവിടെ സർവൈവ് ചെയ്യാൻ കഴിയുന്നതും ഈശ്വർ മാൽപ്പയുടെ എക്സ്പെർട്ടൈസ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ 12 നാളും ഒരാൾ പോലും ആ നദിയുടെ ആഴത്തിലേക്ക് പോയിട്ടുള്ള ആൾ ഈശ്വർ മാൽപ്പെ മാത്രമാണ്. എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമോ എന്ന് അല്പസമയത്തിന് അറിയുകയും ചെയ്യാം.